കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് പിഴച്ചോ എന്ന ഒരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയായ കല്യാൺ മാർഗിൽ ഒരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾ ആ പരിസരങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ രീതിയിൽ അവിടെ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി മുമ്പാകെ ഒരു പ്രതിഷേധം നടത്താനായിട്ട് പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അത് അറിയേണ്ടത് അനിവാര്യമായിരുന്നു. അവിടെയാണ് സെൻട്രൽ IBക്ക് ഒരു പിഴവ് സംഭവിച്ചോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രധാനമായും ഉയരുന്നത്. കാരണം ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ അമേരിക്കയിൽ നിന്നടക്കം വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം വരുന്ന ഫണ്ടുകൾ വാങ്ങി എവിടെ നിന്നൊക്കെ കുറെ രാജ്യദ്രോഹികൾ ഇന്നലെ മുതൽ തന്നെ, അതായത് 2-3 ദിവസം മുമ്പ് തന്നെ ഡൽഹിയിലടക്കം വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിച്ച് ആ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരുന്ന് രാജ്യത്തെ മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കാനാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ശ്രമിക്കുന്നത്. ഇന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ ജന്മദിനവും കൂടിയാണ്. അപ്പോൾ മല്ലികാർജുന ഖാർഗെ ഇന്ന് ഉച്ചയ്ക്കൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷം ഇന്ന് നടത്തുന്നില്ല, കാരണം ഇന്നലെ കുട്ടികളെയൊക്കെ അടിച്ചതിൽ എനിക്ക് വല്ലാത്തൊരു മനോവിഷമം ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പഹൽഗാമിലൊക്കെ തീവ്രവാദികൾ ഈ ഹിന്ദുക്കളെയും ഉൾപ്പെടെ നമ്മുടെ ഭാരതീയരെയും വിനോദസഞ്ചാരികളെയൊക്കെ വെടിവെച്ച് കൊന്നപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് കണ്ണീരൊഴുക്കാനോ അല്ലെങ്കിൽ 4 അക്ഷരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കാനോ ഈ മല്ലികാർജുന ഖാർഗെ ഒന്നും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തൊക്കെ ഇവർക്ക് അറിയേണ്ടിയിരുന്നത് എത്ര യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു, എത്ര സൈനികർ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ കണക്കെടുക്കുന്ന ഒരു ജോലിയായിരുന്നു കോൺഗ്രസ് ആര് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനായിട്ട്, അതായത് രാവിലെ കഴിഞ്ഞൊരു ഉച്ച അടുപ്പിച്ചാവുമ്പോൾ ഒരു 12 മണിയോടുകൂടി വിജയ് ചൗക്കിലായിരുന്നു ആദ്യം ഒരു പ്രതിഷേധ സമരം നടത്താനായിട്ട്, അതായത് ഒരു മിന്നൽ പ്രതിഷേധ സമരം നടത്താനായിട്ട് കോൺഗ്രസ് ആദ്യം പദ്ധതിയിട്ടിരുന്നത്. പക്ഷെ ആ വാർത്ത അല്ലെങ്കിൽ ആ വിവരം എങ്ങനെയോ പുറത്തറിഞ്ഞു, മാധ്യമങ്ങൾ അറിഞ്ഞു. അതോടുകൂടി ആ പദ്ധതി മാറ്റിയാണ് വൈകുന്നേരത്തോടുകൂടി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി മുമ്പാകെ ഒരു സമരം നടത്താം, ഒരു മിന്നൽ സമരം നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അവിടെയൊന്നും സെൻട്രൽ IB ഒരു തരത്തിലുമുള്ള റിപ്പോർട്ടുകൾ SPGക്കോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പാകെ കോൺഗ്രസുകാർ ഒരു വലിയൊരു പ്രതിഷേധത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്നൊരു വിവരമുണ്ട്. അങ്ങനെയൊന്നും അപ്പോൾ സെൻട്രൽ IB ഉറങ്ങിക്കിടക്കുകയാണോ എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി വരികയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ടാണ് ഒരു ഗൂഢാലോചന നടത്തിയത്. അതായത് നരേന്ദ്രമോദിയുടെ വസതിയിൽ ഒരു മാർച്ച് നടത്താം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്താം എന്നത്. മല്ലികാർജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയായ രാജാജി മാർഗിൽ എത്തിയപ്പോൾ പാർട്ടി അധ്യക്ഷന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് അവർ അവിടെ എത്തിയതെന്നാണ് എല്ലാവരും കരുതിയത്. ഇന്നാണ് ആ പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നത് എന്നാൽ അവിടെ നിന്ന് വെറും 2.5 കിലോമീറ്റർ അകലെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയായ ലോക് കല്യാൺ മാർഗിലേക്ക് നേതാക്കൾ നേരിട്ട് പോയത് ഏവരെയും അമ്പരപ്പിച്ചു. എന്നിട്ട് പോലും ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് പോലും അത് നരേന്ദ്രമോദിയുടെ വസതിയിലേക്കാണ് ഈ പ്രതിഷേധം വരുന്നത് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഡൽഹി പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾക്ക് ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. മാധ്യമങ്ങൾ മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും കോൺഗ്രസിന്റെ രഹസ്യ നീക്കത്തെക്കുറിച്ച് യാതൊരു സൂചനയും അവർക്ക് ലഭിച്ചില്ല. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റ് മാർച്ചിന് നേരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് അവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ പെട്ടെന്നുള്ള ഈ പ്രതിഷേധത്തിൽ അമ്പരന്ന് പോയ സർക്കാർ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സഹമന്ത്രി ജിതേന്ദ്ര സിംഗിനെ നിയോഗിച്ചു. പക്ഷേ ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് നമുക്കിത് പാർലമെന്റിൽ ഉന്നയിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല എന്ന് ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതിന് വ്യക്തമായ ഒരു മറുപടിയില്ല. ഇത് പാർലമെന്റിലൊന്നും ഉന്നയിക്കേണ്ട ഒരു കാര്യമല്ല, ഇതൊന്നും ജനങ്ങളുടെ ശ്രീകോവിലായ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ പാർലമെന്റിന്റെ പുറത്ത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു ഗുണ്ട തരം സ്വഭാവമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പാകെ കാണിച്ചത്. അതിനുശേഷമാണ് DCP അടക്കമുള്ളവർ, ഡൽഹിയിലെ DGP അടക്കമുള്ളവർ പോലീസിനോട് പറയുന്നു, ഇപ്പോൾ MP-മാരെയൊന്നും അറസ്റ്റ് ചെയ്ത് നീക്കണ്ട, അത് അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും. കാരണം പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ ഫോഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഡൽഹിയിലുള്ള നാനാഭാഗങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ വയലൻസ് സന്ദേശം പോകുന്നു. നിമിഷ നേരം കൊണ്ട് എല്ലാ പോലീസ് കോൺസ്റ്റബിളും വാഹനങ്ങളുമായിട്ടും, അതായത് അവരുടെ
പോലീസിന്റെ ബസ്സും വാനുകളുമായിട്ട് പെട്ടെന്ന് തന്നെ എത്രത്തോളം നേരത്തെ എത്താൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുമ്പാകെ എത്തുക എന്നുള്ള ഒരു നിർദ്ദേശം വൈറൽ സന്ദേശത്തിലേക്ക് കൺട്രോൾ റൂമിൽ നിന്നും എല്ലാ പോലീസുകാർക്കും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ചീറിപ്പാഞ്ഞു വരുന്ന ഡൽഹി പോലീസിന്റെ വാഹനങ്ങളാണ് കണ്ടത്. ഏകദേശം ഒരു 10-15ഓളം വാഹനങ്ങൾ വരുന്നു. ആദ്യം തന്നെ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും മാന്യമായ രീതിയിൽ നിങ്ങൾ ഇതിൽ നിന്നും പിന്മാറണം, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്, അവിടെ 3 മണിക്കൂറോളമായി നിങ്ങൾ ഇവിടെ സമരം നടത്തുന്നു, ഇവിടെ ഇങ്ങനെ സമരം നടത്താൻ പറ്റത്തില്ല, അതീവ സുരക്ഷാ മേഖലയാണെന്ന് പറഞ്ഞിട്ടും ഇവരാരും കേൾക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് ഭരണപക്ഷത്തിൽ നിന്നടക്കം മന്ത്രിമാർ എന്തുകൊണ്ട് ഒരു പോലീസ് ആക്ഷനിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് പറയുന്നു. ആ സ്പോട്ടിൽ തന്നെ സൈനികം അടക്കമുള്ളവർ, CRPF അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പാകെ സുരക്ഷ ഒരുക്കാൻ, അതായത് ത്രിതല സുരക്ഷാ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് അവർ അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു നീക്കം ഉണ്ടാകുന്നു. അവർ ലാത്തി ചാർജും ഉൾപ്പെടെയുള്ളവർ ഷീൽഡും അടക്കം റെഡിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പാകെ ഉണ്ടായത്. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും, ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നു. കോൺഗ്രസ് എംപിമാരോട് പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അവരെ അടക്കം വലിച്ചടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റുന്ന രീതിയിൽ അതിൽ ആ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്കും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് അടക്കം ചെറിയ തോതിലുള്ള ഒരു പരിക്ക്, അത് സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു പരിക്ക് അത് ഏറ്റിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവരെ ഇപ്പോൾ എല്ലാവരെയും കൊണ്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും സുരക്ഷ ഉണ്ടാകുന്ന CRPF അടക്കം ഉള്ളവർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതാണ്, നമുക്ക് തിരിച്ചു പോകാം, ഡൽഹി പോലീസിന്റെ ഒരു നിർദ്ദേശമുണ്ട്, അത് നമുക്കത് പാലിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന് CRPF അടക്കമുള്ളവർ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധി അതൊന്നും തന്നെ ചെവി കൊള്ളാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഡൽഹി പോലീസ് അടക്കം രാഹുലിനെയും പ്രിയങ്കയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.